വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് ഇന്ത്യയും യുഎസും. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപ്രധാന ബന്ധത്തിൽ നിർണായക വഴിത്തിരിവ്. പ്രതിരോധം, സിവിൽ ആണവോർജ്ജം, അത്യാധുനിക സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ വിപുലീകരിക്കുന്നതിന് ധാരണയായി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവും ഇന്ത്യൻ സർക്കാരും സംയുക്തമായി പ്രഖ്യാപിച്ച പുതിയ നയതന്ത്ര രൂപരേഖ അനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വരുന്ന 10 വർഷത്തേക്ക് പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള പുതിയ ചട്ടക്കൂടിന് രൂപം നൽകാനും സംയുക്ത പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഇരുപക്ഷവും ധാരണയിലെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് കൂടുതൽ ആധുനിക പ്രതിരോധ സാമഗ്രികൾ കൈമാറുന്നതിനൊപ്പം ജാവലിൻ ആന്റി ടാങ്ക് മിസൈലുകൾ, സ്ട്രൈക്കർ, ഇൻഫൻട്രി, കോമ്പാക്ട് വാഹനങ്ങൾ, ഡ്രോൺ സാങ്കേതിക വിദ്യകൾ എന്നിവ ഇന്ത്യയിൽ തന്നെ സംയുക്തമായി നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. വർഷങ്ങളായി വൈകി നിന്ന 123 സിവിൽ ആണവ കരാർ പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുത്താനുള്ള തീരുമാനമാണ് ഈ സഹകരണത്തിലെ മറ്റൊരു പ്രധാനം. അമേരിക്കൻ രൂപകൽപ്പനയിലുള്ള വലിയ ആണവ റിയാക്ടറുകൾ ഇന്ത്യൻ മണ്ണിൽ നിർമ്മിക്കുന്നതിനും സാങ്കേതിക വിദ്യ കൈമാറ്റം സാധ്യമാകുന്നതിനും ഇരു രാജ്യങ്ങളും കൈകോർക്കും. അണുശക്തി നിയമത്തിലും ആണവ ബാധ്യതാ നിയമത്തിലും ഭേദഗതി വരുത്തി നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഒരുക്കാൻ ഇന്ത്യ എടുത്ത തീരുമാനങ്ങളെ ട്രംപ് ഭരണകൂടം സ്വാഗതം ചെയ്തു. ഭാവി ഊർജ്ജ ആവശ്യങ്ങൾക്കായി അഡ്വാൻസ്ഡ് സ്മോൾ മൊഡ്യൂളർ റിയാക്ടറുകൾ വികസിപ്പിക്കുന്നതിലും സ്ഥാപിക്കുന്നതിലും വലിയ പ്രാദേശിക സഹകരണം ഉറപ്പാക്കാനും കരാർ ലക്ഷ്യമിടുന്നുണ്ട്. ഇരു രാജ്യങ്ങളുടെയും സൈനിക വ്യാവസായിക സഹകരണം സുഗമമാക്കുന്നതിനായി തന്ത്രപ്രധാന സാങ്കേതിക വിദ്യാ വിനിമയ സംരംഭമായ ട്രസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ, സമുദ്ര സുരക്ഷ എന്നിവയിൽ സ്വകാര്യ സംരംഭങ്ങളുടെയും ഗവേഷണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മുൻനിര സാങ്കേതിക വിദ്യ കൈമാറും. ഇന്ത്യയുടെ മേക്കിംഗ് ഇന്ത്യ ആശയവും അമേരിക്കൻ സാമ്പത്തിക താൽപര്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള കോമ്പാക്ട് പദ്ധതി വഴി ഉഭയകക്ഷി വ്യാപാരവും ഉൽപാദന മേഖലയിലെ നവീകരണങ്ങളും അതിവേഗം യാഥാർത്ഥ്യമാക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഭൗമരാഷ്ട്രീയ വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഈ അമേരിക്കൻ ഇന്ത്യൻ കൂട്ടുകെട്ട് വലിയ പങ്ക് വഹിക്കുമെന്ന് വൈറ്റ് ഹൌസ് വക്താക്കൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം ഇന്ത്യക്കുള്ള $92.8 മില്യൺ ആയുധ വിൽപ്പനയ്ക്ക് യുഎസിന്റെ അംഗീകാരമുണ്ടായിരുന്നു. ജാവലിൻ മിസൈലുകൾ, എക്സ്കാലിബർ പ്രൊജക്ടൈൽസ് തുടങ്ങിയ അടക്കമുള്ള ആയുധങ്ങൾ വിൽക്കാനുള്ള കരാറിന് അംഗീകാരമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട എല്ലാ സർട്ടിഫിക്കേഷനുകളും നൽകിയതായി ഡിഫൻസ് സെക്യൂരിറ്റി കോഓപ്പറേഷൻ ഏജൻസി യുഎസ് കോൺഗ്രസിനെ അറിയിച്ചിരുന്നു. ഇന്ത്യയുമായുള്ള നിർദ്ദിഷ്ട ആയുധ വിൽപ്പന യുഎസും ഇന്ത്യയുമായുള്ള തന്ത്രപ്രധാന ബന്ധത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. ടാങ്ക് വേദ മിസൈലായ ജാവലിൻ FGM-148 മിസൈൽ, 25 ജാവലിൻ ലൈറ്റ് വെയ്റ്റ് കമാൻഡ് ലോഞ്ച് യൂണിറ്റുകൾ എന്നിവയാണ് $45.7 മില്യൺ ആദ്യ പാക്കേജിലുള്ളത്. ഇതിനൊപ്പം സാങ്കേതിക സഹായങ്ങൾ അടക്കമുള്ള അനുബന്ധ സേവനങ്ങളും ഉൾപ്പെടുന്നു. എക്സ്കാലിബർ പ്രൊജക്ടൈലുകളും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങളും അടങ്ങിയതാണ് രണ്ടാമത്തെ പാക്കേജ്. ഇതിന് ഏകദേശം $47.1 ബില്യൺ വില വരുമെന്നും റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.